ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഐസ്ക്രീമിൻ്റെ സ്പൂണുകളാണ് എടുത്തിട്ടുള്ളത്. ഇത് വെച്ച് നമുക്ക് ഒരു തുള്ളി പെയിൻറ് ഉപയോഗിക്കാതെ പല കളറിലുള്ള പൂക്കൾ ഉണ്ടാക്കിയെടുക്കണം. ഒരു ഫ്ലവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 6 സ്പൂണുകളാണ് വേണ്ടത്. അത് നമ്മൾ ഇതിൽ നിന്നും എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തിട്ടുള്ള ഓരോ സ്പൂണുകളും നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ നമ്മളത് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്കൊരു ഫ്ലവറിൻ്റെ ഇതളിൻ്റെ ഷേപ്പിൽ അത് കിട്ടും. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന 6 സ്പൂണുകളും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മളിവിടെ പഴയ 3 ഷാളുകൾ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ മുൻപ് ക്രാഫ്റ്റ് വർക്ക് ചെയ്തതിൻ്റെ ബാക്കി വന്നിട്ടുള്ള പീസുകളാണ്. അപ്പോൾ നമ്മൾ റെഡ് കളർ ഷാൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആദ്യത്തെ ഫ്ലവർ ചെയ്തെടുക്കുന്നത്. കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് നൂലും എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇത് നമുക്ക് ഷാളിൽ ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കണം. അതിനുശേഷം ഇവിടെ ആയിട്ട് നമുക്ക് നൂല് ഉപയോഗിച്ച് ടൈറ്റാക്കി ഒന്ന് കെട്ടിക്കൊടുക്കാം. ഇതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഓരോന്നും നമുക്ക് ചെയ്തെടുക്കണം. ഇതുപോലെ നമ്മൾ കെട്ടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നൂല് കട്ട് ചെയ്ത് മാറ്റുകയാണ്. അതിനുശേഷം ഇവിടെ ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മൾ ഇതുപോലെ ഒരു ഇതള് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബാക്കിയുള്ള ഇതളുകളും നമുക്ക് ചെയ്തെടുക്കാം. ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിൽ ഒന്ന് പോയി നോക്കുക. ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഐസ്ക്രീമിൻ്റെ സ്പൂൺ ഇല്ലെങ്കിൽ ഈ ഒരു ഷേപ്പിൽ തന്നെ കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുത്താലും മതി. ഇപ്പം നമ്മൾ 6 ഇതളുകളും ഇതുപോലെ ചെയ്തെടുത്തു. പിന്നീട് നമ്മളിവിടെ ഒരു ഇറുക്കളി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന വൈറ്റ് കളർ ഷാളിൽ നിന്നും ഒരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് നമുക്ക് ഫ്ലവറിൻ്റെ നടുക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. വീണ്ടും നമ്മൾ ഒരു പീസും കൂടെ ഇതിൽ നിന്നും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു പീസ് നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ അത് ഈർക്കളിയിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ഈ ഒരു പീസ് അതിന് മുകളിലായി ഇതുപോലെ വെച്ച് കൊടുത്തു. ഇനി നമുക്ക് ഇവിടെ ആയിട്ട് നൂല് ഉപയോഗിച്ചൊന്ന് കെട്ടിക്കൊടുക്കാം. വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്കതിന് ചുറ്റുമായിട്ട് ഓരോ ഇതളുകളും വെച്ച് കെട്ടിക്കൊടുക്കണം. ഐസ്ക്രീമിൻ്റെ സ്പൂണുകൾ വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. മുഴുവനായും നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കുന്നത്. ഇപ്പം നമ്മൾ ചെയ്തെടുക്കുന്നത് പോലെ തന്നെ നമുക്ക് ഷാളിന് പകരം പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ചും ഇത് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന 6 ഇതളുകളും നമ്മൾ അതിലേക്ക് വെച്ച് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തണ്ടിൽ ഗ്രീൻ ടാപ്പ് ഒന്ന് ചുറ്റി കൊടുക്കണം. ആദ്യം നമ്മളിവിടെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഗ്രീൻ ടാപ്പ് ചുറ്റി കൊടുക്കുന്നത്. ഗ്രീൻ ടാപ്പിന് പകരമായിട്ട് ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവർ ഉണ്ടെങ്കിൽ അത് ചുറ്റി കൊടുത്താലും മതി. ഇപ്പം നമ്മൾ ഐസ്ക്രീമിൻ്റെ സ്പൂണുകൾ വെച്ച് ഇതുപോലൊരു ഫ്ലവർ ചെയ്തെടുത്തു. ഇതുപോലെ തന്നെ നമ്മൾ വേറെ കുറച്ച് പൂക്കൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഐസ്ക്രീം സ്പൂണുകൾ വെച്ച് ഇത്രയും പൂക്കളാണ് നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ വീണ്ടും പറയുകയാണ്, പറ്റുന്നവരൊക്കെ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ട്രൈ ചെയ്ത് നോക്കണേ. ഐസ്ക്രീം സ്പൂണുകൾ ഇല്ലെങ്കിൽ നമുക്ക് കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുത്തും ഈ ഒരു ഫ്ലവർ ചെയ്തെടുക്കാം. ഇനി നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള പൂക്കളെല്ലാം നമ്മൾ LED ബൾബിൻ്റെ ഈ ഒരു ബോക്സിലേക്കാണ് വെച്ച് കൊടുക്കുന്നത്. ഇതിൽ നമ്മൾ ഈ ഒരു കളർ പേപ്പർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ബോക്സിനകത്തുണ്ടായിരുന്ന ഈ ഒരു ഐറ്റം ഇതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ നമുക്കിതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് അതും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ നമ്മളത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഗ്രീൻ കളർ ചാർട്ട് പേപ്പറിൽ നിന്നും നീളത്തിലുള്ള കുറച്ച് ഇലകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഇലകൾ നമ്മൾ ഇതിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇലകളെല്ലാം ഒട്ടിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള പൂക്കൾ അതിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ എല്ലാ ഇലകളും നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള പൂക്കളും കൂടെ നമുക്ക് അതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ പൂക്കളും അതിനകത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള പൂക്കൾ കാണാനായിട്ട് എങ്ങനെയുണ്ട്? അപ്പം നമ്മൾ ഐസ്ക്രീം സ്പൂണുകൾ വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ.
നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.